മഞ്ഞിനിടയിലൂടെ ഒറ്റയ്ക്ക് ഹിമപർവ്വതത്തിനരികിലേക്ക് നടന്നകലുന്ന പെൻഗ്വിൻ്റെ പുറകെയാണിപ്പോൾ സോഷ്യൽ മീഡിയ. നമ്മളും ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയപ്പോൾ കണ്ടിട്ടുണ്ടാവാം ഈ കുഞ്ഞു പെൻഗ്വിനെ. സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോ കണ്ടിരിക്കുന്നത് മില്യൺ കണക്കിന് ആളുകളാണ്. പക്ഷേ പലർക്കും ഈ കുഞ്ഞു വീഡിയോയുടെ പുറകിലുള്ള കാര്യം പിടികിട്ടിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം ആ പെൻഗ്വിൻ മാത്രം വഴിമാറി നടന്നത്? നമുക്ക് നോക്കാം. അന്റാർട്ടിക്കയിലെ കൊടുംതണുപ്പിൽ ഒരു കൂട്ടം പെൻഗ്വിനുകൾക്കിടയിൽ നിന്ന് ആ ഒരാൾ മാത്രം പെട്ടെന്ന് നടത്തം നിർത്തുന്നു. ചുറ്റുമുള്ളവർ ഭക്ഷണത്തിനും അതിജീവനത്തിനുമായി കടൽ ലക്ഷ്യമാക്കി ഓടുമ്പോൾ ആ ഒരാൾ മാത്രം വിപരീത ദിശയിലുള്ള മഞ്ഞുമലകളിലേക്ക് തിരിയുന്നു. അവിടെ ഭക്ഷണമില്ല, വെള്ളമില്ല, അതിജീവനത്തിന് യാതൊരു സാധ്യതയുമില്ല. എന്നിട്ടും ലക്ഷ്യബോധത്തോടെ ആ പെൻഗ്വിൻ നടന്നു നീങ്ങുന്നത് എങ്ങോട്ടേക്കായിരിക്കും? തനിക്ക് മരണം സംഭവിച്ചേക്കാവുന്നത്ര അപകടകരമായിട്ടുകൂടി പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ മഞ്ഞുമല ലക്ഷ്യമാക്കി നടന്നു നീങ്ങുകയായിരുന്നു അത്. മഞ്ഞിലൂടെ ആത്മവിശ്വാസത്തിലൂടെ നടന്നു നീങ്ങുന്ന ആ കുഞ്ഞു പെൻഗ്വിൻ ഇടയ്ക്കൊന്ന് തെന്നി വീഴുന്നുണ്ട്. എന്നാൽ വീഴ്ചയിൽ തളരാതെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഉടൻ തന്നെ എഴുന്നേറ്റ് തൻ്റെ യാത്ര തുടരുന്ന ആ ദൃശ്യവും വീഡിയോയിലുണ്ട്. 2007 പുറത്തിറങ്ങിയ എൻകൗണ്ടേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി വേൾഡ് എന്ന ഡോക്യുമെൻ്ററിയിലെ ഈ ദൃശ്യങ്ങൾ വീണ്ടും 2026 ഇൻ്റർനെറ്റിൽ തരംഗമാവുകയാണ്. ജർമ്മൻ സംവിധായകനായ വെർണർ ഹെർസോഗാണ് ഇത് ചിത്രീകരിച്ചത്. അന്റാർട്ടിക്കയിലെ അഡലി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൻഗ്വിൻ തൻ്റെ കോളനിയിൽ നിന്ന് മാറി ഭക്ഷണവും വെള്ളവുമില്ലാത്ത ഉൾപ്രദേശങ്ങളിലെ മലനിരകളിലേക്ക് നടന്നു നീങ്ങുന്നതാണ് വീഡിയോയിലുള്ളത്. അന്റാർട്ടിക്കയിലെ തീരപ്രദേശങ്ങളിൽ കാണേണ്ട ഈ പെൻഗ്വിൻ 70 കിലോമീറ്റർ ദൂരെയുള്ള ഹിമപർവ്വതം ലക്ഷ്യമാക്കി നടക്കുന്നത് പെൻഗ്വിനുകളുടെ സ്പീഷ്യസിൽ തന്നെ അസാധാരണമാണ്. സാധാരണ പെൻഗ്വിനുകൾ കടലിനടുത്ത് കൂട്ടങ്ങളായാണ് ജീവിക്കുന്നത്. അതിജീവിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്തതിനാൽ ഒരുതരം മരണയാത്ര എന്നാണ് ഹെർസോഗ് ഇതിനെ വിശേഷിപ്പിച്ചത്. നിഹിലിസ്റ്റ് പെൻഗ്വിൻ എന്നാണ് സോഷ്യൽ മീഡിയ ഈ പെൻഗ്വിനെ വിളിക്കുന്നത്. ലോകം മുഴുവൻ ഒരു ദിശയിലേക്ക് ഓടുമ്പോൾ അതിലൊന്നും അർത്ഥമില്ലെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചു നടക്കുന്ന ഒരാളായും സോഷ്യൽ മീഡിയ ഈ പെൻഗ്വിനെ ചിത്രീകരിക്കുന്നുണ്ട്. ജീവിതത്തിലെ മടുപ്പ്, ഒറ്റപ്പെടൽ, അർത്ഥശൂന്യത എന്നിവയെല്ലാം ഈ പെൻഗ്വിനിലേക്ക് ആളുകൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന നിഹിലിസം എന്ന തത്വശാസ്ത്രവുമായി ഇതിനെ ചേർത്ത് വായിക്കുന്നത്. കൂടാതെ മനുഷ്യൻ്റെ ജോലിഭാരം, മാനസിക സമ്മർദ്ദം എന്നിവ അനുഭവിക്കുന്ന മനുഷ്യർക്ക് എല്ലാം ഉപേക്ഷിച്ച് എങ്ങോട്ടെന്നില്ലാതെ നടന്നു നീങ്ങുന്ന ഈ പെൻഗ്വിൻ ഒരു പ്രതീകമായി മാറുന്നു. സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ പല അർത്ഥങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ശാസ്ത്രജ്ഞർക്ക് മറ്റൊരു അഭിപ്രായമാണുള്ളത്. പെൻഗ്വിനുകൾക്ക് ചിലപ്പോൾ ദിശ തെറ്റാറുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തലച്ചോറിലെ അണുബാധയോ കാരണം അവ വഴിതെറ്റി ഉൾപ്രദേശങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്തുതന്നെയായാലും വഴിമാറി നടന്ന ആ ഒരു പെൻഗ്വിൻ്റെ വീഡിയോ ഞാനടക്കം കണ്ടവരൊക്കെയും താൻ കടന്നുപോയ അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളുമായി താരതമ്യപ്പെടുത്തിയവരായിരിക്കാം.